എല്ലാവർക്കും റിയാക്ട് JS ട്യൂട്ടോറിയൽ പാർട്ട് 2 സ്വാഗതം. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് JSX നെ കുറിച്ചാണ്. സോ JSX എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റ് സിൻടാക്സ് എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ അതുപോലെ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് XML എന്നും വിളിക്കുന്നു. സോ ബേസിക്കലി JSX എന്ന് പറയുന്നത് ഒരു ജാവാസ്ക്രിപ്റ്റിൻ്റെ സിൻടാക്സ് എക്സ്റ്റൻഷൻ ആണ്. സോ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് സാധാരണ എഴുതുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായി മറ്റൊരു രീതിയിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് എഴുതാൻ സാധിക്കും. അതാണ് സിൻടാക്സ് എക്സ്റ്റൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ റിയാക്ട് ഉപയോഗിക്കുമ്പോൾ ഈ ഒരു JSX ഉപയോഗിക്കാനാണ് നമ്മളോട് റെക്കമെൻഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ റിയാക്റ്റിൽ നമ്മൾ JSX ഉപയോഗിക്കുമ്പോൾ നമുക്ക് HTMLും ജാവാസ്ക്രിപ്റ്റും ഒരുമിച്ച് എഴുതാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകം HTML ഫയൽ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കൊരു ജാവാസ്ക്രിപ്റ്റ് ഫയലിൽ തന്നെ HTML എഴുതാൻ സാധിക്കും, അതുപോലെ ജാവാസ്ക്രിപ്റ്റും അതിൻ്റെ കൂടെ എഴുതാൻ സാധിക്കും. സോ ഇതെങ്ങനെ യൂസ് ചെയ്യാം, ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതുപോലെ JSX ആട്രിബ്യൂട്ട്സ്, എക്സ്പ്രഷൻ, ഫ്രാഗ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. സോ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ app.js ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഇത്രയും ഭാഗം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഹലോ വേൾഡ് ഐ ആം ലേണിംഗ് റിയാക്ട് എന്ന് നമ്മൾ എഡിറ്റ് ചെയ്തിരുന്നു. സോ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു റിട്ടേൺ മെത്തേഡിനുള്ളിൽ കാണുന്ന ഇത്രയും ഭാഗം, നമ്മൾ ഈ കാണുന്ന ഈ ഡെവലപ്മെൻറ്റ് ഉൾപ്പെട്ടിട്ടുള്ള ഇത്രയും ഭാഗമാണ് നമ്മൾ JSX എന്ന് പറയുന്നത്. സോ ഇതിൽ നിങ്ങൾ നോക്കിയാൽ കാണാം നമ്മളിവിടെ എഴുതിയിട്ടുള്ളത് HTML പോലെയുള്ള ഒരു സിൻടാക്സ് ആണ്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ HTML അല്ല, ഇതാണ് JSX എന്ന് പറയുന്നത്. ഇത് നമ്മൾ app.js എന്ന് പറയുന്ന ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയലാണ്. അതിനുള്ളിൽ നമ്മൾ HTML എഴുതുന്നു. JSXൻ്റെ സഹായത്തോടു കൂടി നമ്മൾ HTML എഴുതുന്നു. നമ്മളിവിടെ നോക്കിയാൽ കാണാം, ഇവിടെ നമ്മൾ ക്ലാസ് എന്നതിന് പകരമായി നമുക്കിവിടെ ക്ലാസ് നെയിം എന്ന് കാണാൻ സാധിക്കും. ഒരു ക്യാമൽ കേസിൽ ക്ലാസ് എന്നതിന് ശേഷം നമ്മൾ N എന്ന് ക്യാപിറ്റൽ കാണാൻ സാധിക്കും. ഇതൊരു JSX ആട്രിബ്യൂട്ടാണ്. സോ നമ്മൾ സാധാരണ ക്ലാസ് എന്ന് എഴുതുന്നതിന് പകരമായി നമ്മളിവിടെ ക്ലാസ് നെയിം എന്ന് എഴുതും. സോ ഇതൊരു ക്യാമൽ കേസിലായിരിക്കും എഴുതുക. രണ്ടാമത്തെ വേർഡ് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. സോ ഈ കാണുന്നതൊക്കെ നമ്മൾ പറഞ്ഞ പോലെ JSX ആണ്. സോ നമ്മൾ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇൻസ്പെക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എലമെൻറ്റിൽ വരിക. എലമെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് div id root എന്ന് പറയുന്നത് നമ്മുടെ പബ്ലിക്കിൽ index.htmlലെ ഈ div id root ആണ്. ആദ്യം നമ്മൾ കാണുന്നത് div id root, പിന്നെ കാണുന്നത് ഒരു div element കാണാൻ സാധിക്കും. അത് app.jsലെ ഈ ഒരു div ആണ്. ഇവിടെ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് ക്ലാസ് നെയിം എന്ന് പറയുന്ന JSX ആട്രിബ്യൂട്ടാണ്. പക്ഷേ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ, നമ്മൾ ബ്രൗസറിൽ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ ക്ലാസ് ആപ്പ് എന്ന് പറയുന്ന HTMLൻ്റെ ആ ഒരു നോർമൽ ആട്രിബ്യൂട്ടാണ് നമുക്കിവിടെ ലഭിച്ചത്. സോ അതുപോലെ ഹെഡറിൻ്റെ നമ്മൾ ക്ലാസ് നെയിം കൊടുത്തിരുന്നത് ക്ലാസ് നെയിം ആപ്പ് ഹെഡർ എന്നായിരുന്നു. ഇവിടെയും നമ്മൾ ക്ലാസ് നെയിം ഇതുപോലെ ക്യാമൽ കേസിലാണ് കൊടുത്തത്. പക്ഷേ നമ്മൾ ബ്രൗസറിൽ വന്നപ്പോൾ ഇതുപോലെ നമുക്കിവിടെ ക്ലാസ് എന്ന് സാധാരണ നമ്മൾ കൊടുക്കുന്ന പോലെ ലഭിച്ചു. സോ ഇവിടെ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മളിവിടെ എഴുതുന്ന ഈ ഒരു HTMLും ജാവാസ്ക്രിപ്റ്റും നമ്മൾ ഒരുമിച്ച് എഴുതിയാൽ, നമ്മളിതുപോലെ എഴുതി കഴിഞ്ഞാലും അതിനെ ഒരു ബാബൽ എന്ന് പറയുന്ന ഒരു കമ്പൈലർ, ജാവാസ്ക്രിപ്റ്റ് കമ്പൈലർ അതിനെ പ്യുവർ ജാവാസ്ക്രിപ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമുക്കിവിടെ വെബ്സൈറ്റിൽ കാണിക്കുന്നത്. സോ ബാബലിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയണമെങ്കിൽ നമ്മൾ babeljs.io എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിൽ ഡോക്സ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ബാബൽ എന്നും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ അറിയാൻ സാധിക്കും. സോ നമ്മൾ റിയാക്റ്റിൽ നമ്മൾ ബാബൽ ഉപയോഗിക്കുന്നുണ്ട്. ബാബലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു JSX സിൻടാക്സിലുള്ള ഈ ഒരു ലാംഗ്വേജിനെ പ്യുവർ ജാവാസ്ക്രിപ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടാണ്, ബാബൽ കൺവേർട്ട് ചെയ്തുകൊണ്ടാണ് നമുക്കിതുപോലെ ബ്രൗസറിൽ കാണാൻ സാധിക്കുന്നത്. സോ ഇതിൻ്റെ ഒരു ഉപയോഗം എന്തെന്ന് വെച്ചാൽ നമുക്ക് HTMLും ജാവാസ്ക്രിപ്റ്റും ഒരുമിച്ച് നമുക്ക് ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയലിനുള്ളിൽ എഴുതാൻ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് HTML ഫയൽ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമ്മളിനി കമ്പോണൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ നേരത്തെ പറഞ്ഞത് കമ്പോണൻസ് ആണ് റിയാക്ട് JSൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് കമ്പോണൻറ്റുകൾ ക്രിയേറ്റ് ചെയ്താണ് നമ്മളൊരു വെബ് ആപ്ലിക്കേഷൻ റിയാക്ട് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ JSX ആണ് ഉപയോഗിക്കുന്നത്. സോ നമുക്കൊരു ജാവാസ്ക്രിപ്റ്റ് ഫയലിനുള്ളിൽ HTMLും ജാവാസ്ക്രിപ്റ്റും ഒരുമിച്ച് എഴുതാൻ സാധിക്കും. ഈ ഒരു രീതിയിലാണ് JSX പ്രവർത്തിക്കുന്നത്. സോ നമ്മൾ ഇത്രയും ഹെഡർ എന്ന് പറയുന്ന ഇത്രയും ഭാഗം നമ്മൾ തൽക്കാലം ഡിലീറ്റ് ചെയ്യുന്നു. നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ വൈറ്റ് സ്പേസ് ആയിരിക്കും ലഭിക്കുക. സോ ഇതിനുള്ളിൽ നമ്മൾ റിട്ടേൺ ഡിവിനുള്ളിൽ നമ്മൾ മറ്റൊരു H1 എലമെൻറ്റ് കൊടുക്കാം. H1നുള്ളിൽ നമ്മൾ ഹലോ വേൾഡ് എന്ന് കൊടുക്കുന്നു. ഹലോ വേൾഡ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഹലോ വേൾഡ് എന്ന് ലഭിക്കുന്നതായിരിക്കും. സോ ഇപ്പോൾ ഇവിടെ എഴുതിയ H1 നമുക്ക് HTML ആയി തോന്നുമെങ്കിലും പക്ഷേ ഇത് HTML അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് JSX ആണ്. സോ ഇതിന് നമ്മളൊരു ക്ലാസ് കൊടുക്കണമെങ്കിൽ നമ്മൾ ക്ലാസ് നെയിം എന്ന് ഈ രീതിയിലാണ് കൊടുക്കേണ്ടത്. സോ നമ്മൾ ഹെഡിങ് എന്ന് ക്ലാസ് നെയിം കൊടുത്തു കഴിഞ്ഞാൽ
നമ്മളിവിടെ സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ക്ലാസ് നെയിം കൊടുത്തത് ക്യാമൽ കേസിലാണ്. ഇത് JSX ആട്രിബ്യൂട്ടാണ്. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മൾ ക്ലാസ് നെയിം കൊടുക്കുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ എലമെൻറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ബോഡിക്കുള്ളിൽ ഡിവൈഡ് റൂട്ടിനുള്ളിൽ div ക്ലാസ് ആപ്പിനുള്ളിൽ H1 ക്ലാസ് ഇപ്പോൾ നമുക്ക് നോർമൽ ക്ലാസ് ആണ് ലഭിക്കുന്നത്. ഹെഡിങ് എന്ന് പറയുന്ന ക്ലാസ് ആണ് ലഭിക്കുന്നത്. സോ നമ്മൾ നേരത്തെ നമ്മളിവിടെ കൊടുത്തത് ഈ JSX ക്ലാസ് നെയിം ആയിരുന്നു, പക്ഷേ നമുക്ക് അവിടെ ലഭിച്ചത് നോർമൽ ക്ലാസ് ആണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ JSXനെ ബാബിൾ പ്യുവർ ജാവാസ്ക്രിപ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്താണ് നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കുന്നത്. സോ ഇപ്പോൾ നമ്മളൊരു H1 ക്രിയേറ്റ് ചെയ്തു. ഇനി ഉദാഹരണമായി നമുക്ക് ഇപ്പോൾ നമ്മൾ ചെയ്തത് നമുക്ക് app.jsൽ നമ്മൾ JSXൻ്റെ സഹായത്തോടു കൂടി HTML എഴുതാൻ സാധിക്കും. അതുപോലെ HTMLനുള്ളിൽ നമുക്ക് വീണ്ടും ജാവാസ്ക്രിപ്റ്റ് എഴുതണമെങ്കിൽ എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. സോ നമ്മൾ ഇപ്പോൾ ചെയ്തത് app.js എന്ന് പറയുന്ന ജാവാസ്ക്രിപ്റ്റ് ഫയലിനുള്ളിൽ നമ്മൾ JSX കൊടുത്തു, അതായത് JSXൻ്റെ സഹായത്തോടു കൂടി HTML എഴുതി. ഇനി നമുക്ക് HTMLനുള്ളിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് എക്സ്പ്രഷൻസ് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. സോ നമ്മളിവിടെ രണ്ടാമത്തെ ഒരു H1 ക്രിയേറ്റ് ചെയ്യുന്നു. മൈ നെയിം ഈസ് ജോൺ എന്ന് കൊടുക്കുന്നു. സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മൈ നെയിം ഈസ് ജോൺ എന്ന് ലഭിക്കുന്നു. സോ നമുക്ക് ഇതിന് പകരമായി ഈ ജോണിന് പകരമായി നമുക്കൊരു വേരിയബിളിലോട്ട് ഈ ജോണിൻ്റെ പേര് മാറ്റാം. ഓക്കെ, നമ്മൾ മുകളിൽ വന്നതിന് ശേഷം നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ഓക്കെ, സോ കോൺസ്റ്റ് നെയിം ഈക്വൽ ടു ജോൺ എന്ന് കൊടുക്കുന്നു. ഓക്കെ, സേവ് ചെയ്യുന്നു. ശേഷം ഇനി നമ്മൾ ഈ ഒരു ജാവാസ്ക്രിപ്റ്റ് നെയിം നമുക്ക് നമ്മുടെ HTML ഉപയോഗിക്കണമെങ്കിൽ, ഈ ഒരു ജാവാസ്ക്രിപ്റ്റ് വേരിയബിൾ നമുക്ക് HTML ഉപയോഗിക്കണമെങ്കിൽ ഈ ജോണിൻ്റെ ഭാഗത്ത് വന്നതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. ഇതിനുള്ളിൽ നമ്മൾ ജസ്റ്റ് നെയിം എന്ന് കൊടുക്കുക. നെയിം എന്ന് കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സെയിം റിസൾട്ട് മൈ നെയിം ഈസ് ജോൺ എന്ന് ലഭിക്കുന്നു. സോ ഞാനിവിടുന്ന് മാറ്റി സ്മിത്ത് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സ്മിത്ത്. ഓക്കെ, സോ നമ്മളിവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈ നെയിം ഈസ് സ്മിത്ത് എന്ന് ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് എക്സ്പ്രഷൻ നമുക്ക് HTMLനുള്ളിൽ ഇതുപോലെ JSXൻ്റെ സഹായത്തോടു കൂടി കൊടുക്കാൻ സാധിക്കും. അതുപോലെ നമുക്ക് H1 ക്രിയേറ്റ് ചെയ്ത ശേഷം നമ്മളിതുപോലെ 10+2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ചെയ്യാം. ബ്രാക്കറ്റിനുള്ളിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 12 എന്ന് നമുക്കിതുപോലെ ലഭിക്കുന്നതായിരിക്കും. സോ ഇതിന് പകരമായി നമുക്കിവിടെ ഇതും ഒരു വേരിയബിളിലോട്ട് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ സോ കോൺസ്റ്റൻറ്റ് A ഈക്വൽ ടു 20 എന്ന് കൊടുക്കാം. അതുപോലെ B ഈക്വൽ ടു 30 എന്ന് കൊടുക്കാം. സേവ് ചെയ്യാം. ഇവിടെ വന്നതിന് ശേഷം നമ്മളിവിടെ ഈ ഒരു കർലി ബ്രാക്കറ്റിനുള്ളിൽ A+B ഒന്ന് കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 50 എന്ന് ലഭിക്കുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞ പോലെ ഒരു കർലി ബ്രാക്കറ്റിനുള്ളിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് എക്സ്പ്രഷൻ ഇതുപോലെ കൊടുക്കാൻ സാധിക്കും. ഇനി നമുക്കൊരു ഫംഗ്ഷൻ കൊടുക്കണമെങ്കിൽ സോ നമുക്കൊരു ഫംഗ്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. സോ ഞാനൊരു ആരോ ഫംഗ്ഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഞാനിവിടെ കോൺസ്റ്റൻറ്റ് മെസ്സേജ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ഓക്കെ, മെസ്സേജ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഇതിനുള്ളിൽ നമ്മൾ റിട്ടേൺ നമ്മൾ ഗുഡ് മോർണിംഗ് എന്ന് കൊടുക്കുന്നു. ഗുഡ് മോർണിംഗ്. സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ താഴെ വന്നതിന് ശേഷം നമ്മൾ മറ്റൊരു H2 ക്രിയേറ്റ് ചെയ്ത് നോക്കാം. H2 എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിനുള്ളിൽ നമ്മൾ ഈ ഒരു മെസ്സേജ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. മെസ്സേജ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ സോ നമുക്ക് കോൾ ചെയ്യേണ്ടതുണ്ട്. സോ മെസ്സേജ് ഇതുപോലെ ബ്രാക്കറ്റ് കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് റൗണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഗുഡ് മോർണിംഗ് എന്നതുപോലെ ലഭിക്കുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയലിനുള്ളിൽ നമുക്ക് JSXൻ്റെ സഹായത്തോടു കൂടി HTML എഴുതാം. ഇനി HTMLനുള്ളിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് കൊടുക്കണമെങ്കിൽ, ജാവാസ്ക്രിപ്റ്റ് എക്സ്പ്രഷൻ കൊടുക്കണമെങ്കിൽ നമുക്കിതുപോലെ ഒരു കർലി ബ്രാക്കറ്റിനുള്ളിൽ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അവസാനമായി നമുക്ക് ഇനി ഇതിൽ പഠിക്കേണ്ടത് JSX ഫ്രാഗ്മെൻ്റ് ആണ്. സോ നമ്മളിവിടെ വന്നതിന് ശേഷം ഇത്രയും ഇത്രയും ഭാഗം നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. സേവ് ചെയ്യുന്നു. നമ്മളിവിടെ ഒരു H1 എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. H1 എലമെൻറ്റ് നമ്മൾ ഇതിനുള്ളിൽ ഹലോ വേൾഡ് എന്ന് കൊടുക്കുന്നു. ഹലോ വേൾഡ്. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഹലോ വേൾഡ് എന്ന് ലഭിക്കുന്നു. ഓക്കെ, സോ നമുക്ക് സ്റ്റൈലിംഗ് ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഈ സൈഡിലോട്ട് വന്നത്. നമ്മൾ ഡെവലപ്മെൻറ്റ് കൊടുത്ത് ക്ലാസ് നെയിം ആപ്പ് കൊടുത്താൽ മാത്രമേ നമ്മുടെ ആ സ്റ്റൈൽ ഇവിടെ അപ്ലൈ ആവുകയുള്ളൂ. നമ്മളിവിടെ CSS എന്ന് പറയുന്ന സ്റ്റൈൽ ഇവിടെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഈ രീതിയിൽ വന്നത്. സോ നമ്മളിപ്പോൾ റിട്ടേൺ ഹലോ വേൾഡ് എന്ന് കൊടുത്തു. സോ നമ്മൾ ഫോർമാറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ബ്രാക്കറ്റ് നഷ്ടപ്പെട്ടു. നമുക്ക് വീണ്ടും ആ ബ്രാക്കറ്റ് തന്നെ റൗണ്ട് ബ്രാക്കറ്റ് നമുക്ക് ഇതിനുള്ളിൽ കൊടുക്കാം. സോ റൗണ്ട് ബ്രാക്കറ്റ് കൊടുക്കുന്നു. ഇനി നമ്മൾ മറ്റൊരു H2 കൊടുത്തു നോക്കാം. ഒരു H2 എലമെൻറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ ഗുഡ് മോർണിംഗ് എന്ന് കൊടുക്കുന്നു. ഗുഡ് മോർണിംഗ്.
ഗുഡ് മോർണിംഗ് എന്ന് കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു എറർ വരുന്നതായിരിക്കും. സോ നമുക്കിവിടെ നോക്കിയാൽ കാണാം JSX എലമെൻറ്റ് മസ്റ്റ് ബി റാപ്ഡ് ഇൻ എൻ എൻക്ലോസിംഗ് ടാഗ്. സോ ഇതിന് നമുക്കൊരു ടാഗിനുള്ളിലോട്ട് മാറ്റേണ്ടതുണ്ട്. സോ നമുക്കിതുപോലെ ഒരു കണ്ടന്റ് ആണെങ്കിൽ സോ നമ്മളിത് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്യാം. സോ ഒരു ലൈൻ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യുന്നതായിരിക്കും. സോ ഒരു എലമെൻ്റ് ആണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യുന്നതായിരിക്കും. ഒന്നിൽ കൂടുതൽ എലമെൻറ്റ് നമുക്ക് റിട്ടേൺ ചെയ്യണമെങ്കിൽ നമുക്ക് അതിനെ ഒരു ഡിവ് എലമെൻറ്റിലോട്ടോ അല്ലെങ്കിൽ ഒരു ടാഗിനുള്ളിലോട്ട് നമുക്ക് എൻക്ലോസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സോ അതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഡിവ് എലമെൻറ്റ് ഉപയോഗിക്കുന്നത്. സോ നമ്മളിവിടെ ഡിവ് ഇതിനുള്ളിലോട്ട് ഇത് മാറ്റുകയാണെങ്കിൽ ഓക്കെ Ctrl+X പേസ്റ്റ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഇത് വർക്ക് ചെയ്യുന്നതായിരിക്കും. ഹലോ വേൾഡ് ഗുഡ് മോർണിംഗ് എന്ന് വർക്ക് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഇതുപോലെ ഇവിടെ ക്ലാസ് നെയിം ആപ്പ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ CSSും വർക്ക് ചെയ്യുന്നതായിരിക്കും. ആപ്പ് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ CSS വർക്ക് ചെയ്യുന്നതായിരിക്കും. ഇതൊരു സെൻറ്ററിലോട്ട് മാറുന്നതായിരിക്കും. നമുക്കൊന്നിൽ കൂടുതൽ എലമെൻ്റ് ഉണ്ടെങ്കിൽ നമുക്കതിനെ ഡിവ് എന്ന് പറയുന്ന ടാഗിനുള്ളിലോട്ട് മാറ്റണം. സോ ഡിവ് എന്ന് പറയുന്ന ടാഗിനുള്ളിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമ്മളിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യാം, ഇൻസ്പെക്റ്റിൽ പോവാം. ഇൻസ്പെക്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ 2 ഡിവ് കാണാൻ സാധിക്കും. സോ ആദ്യ ബോഡിക്കുള്ളിൽ ആദ്യത്തെ ഒരു ഡിവ് കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ HTML ID റൂട്ടുള്ള ഡിവ് എലമെൻറ്റ്, അതിനുള്ളിൽ നമ്മുടെ ക്ലാസ് നെയിമിലെ നമ്മുടെ app.jsലെ മറ്റൊരു ഡിവ്. ഓക്കെ, സോ ഇത്തരം രണ്ട് ഡിവ് ഉണ്ടായിരിക്കും. സോ ആക്ച്വലി ഇങ്ങനെ ഒരു ഡിവ് കൂടുന്നത് നമുക്ക് ചില സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. സോ റിയാക്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു നോഡ് കൂടുകയാണ്. ഡോക്യുമെൻറ്റ് ഒബ്ജക്റ്റ് മോഡലിൽ ഒരു നോഡ് നമുക്ക് കൂടുകയാണ്. സോ ചില സമയത്ത് ഇത് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ റിയാക്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നത് react.fragment എന്ന് പറയുന്ന ഒരു ടാഗ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ്. സോ അതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. സോ നമുക്ക് തൽക്കാലം ഇത് ഡിവ് എലമെൻറ്റ് ഡിലീറ്റ് ചെയ്യാം. സോ ഡിവ് എലമെൻറ്റ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ react.fragment ഈ രീതിയിൽ കൊടുക്കാം. അതുപോലെ താഴെ നമുക്കിത് ഇതിൻ്റെ ക്ലോസിംഗ് ടാഗ് ഇവിടെ നിന്ന് കോപ്പി ചെയ്തതിന് ശേഷം താഴെ പേസ്റ്റ് ചെയ്യാം. സോ നമ്മൾ ഡെവലപ്മെൻറ്റ് മാറ്റി നമ്മൾ react.fragment കൊടുത്ത് സേവ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്ത് നമ്മൾ എലമെൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ബോഡിക്കുള്ളിൽ ഒരു ഡെവലപ്മെൻറ്റ് മാത്രമേ കാണുകയുള്ളൂ. ആ ഒരു ഡെവലപ്മെൻറ്റിനുള്ളിൽ നമുക്ക് നമ്മുടെ എലമെൻറ്റ്സ് കാണാൻ സാധിക്കും. സോ ഇത്തരത്തിൽ നമുക്കൊരു എക്സ്ട്രാ നോഡ് കുറക്കുന്നതിന് വേണ്ടി നമുക്ക് അതുപോലെ റിയാക്ട് ഫ്രാഗ്മെൻറ്റ് ഉപയോഗിക്കാം. സോ നമ്മൾ റിയാക്ട് ഫ്രാഗ്മെൻറ്റ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്കൊരു എക്സ്ട്രാ നോഡ് കുറക്കാൻ സാധിക്കും. സോ റിയാക്ട് ഫ്രാഗ്മെൻറ്റ് എന്ന് ഇതുപോലെ എഴുതുന്നതിന് പകരമായി നമുക്ക് ജസ്റ്റ് ഇത് ഡിലീറ്റ് ചെയ്യാം. സോ പുതിയ വേർഷനിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് ജസ്റ്റ് ഇതുപോലെ ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു രീതിയിലുള്ള ഒരു ടാഗ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇതുപോലെ കൊടുത്താലും മതി. സോ സേവ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സെയിം റിസൾട്ട് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ഇതുപോലെ നമുക്ക് സെയിം റിസൾട്ട് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബോഡിക്കുള്ളിൽ ഒരു ഡെവലപ്മെൻറ്റും അതിനുള്ളിൽ മറ്റ് എക്സ്ട്രാ ഡെവലപ്മെൻറ്റ് നമ്മൾ റിയാക്ട് ഫ്രാഗ്മെൻറ്റ് വഴി നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞു. സോ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ഡയറക്റ്റ് എലമെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ നമ്മളുടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം റിയാക്ട് ഫ്രാഗ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡെവലപ്മെൻറ്റ് റീപ്ലേസ്മെൻ്റ് അല്ല. ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഇത് എക്സ്ട്രാ നോഡ് ആവശ്യമില്ലാത്തൊരു സന്ദർഭം വരും. സോ ഉദാഹരണമായി പറയുകയാണെങ്കിൽ നമ്മളിവിടെ ഈ ഫയലിൽ തന്നെ നമ്മളൊരു 2 കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഫംഗ്ഷൻ നമ്മൾ റോ എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ്, സോ റിട്ടേൺ മെത്തേഡ് റിട്ടേൺ. സോ ഇതിനുള്ളിൽ നമ്മൾ കൊടുക്കുന്നത് ഒരു ടേബിളിലെ റോസ് ആണ്. ഓക്കെ, സോ സാധാരണ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഡെവലപ്മെൻറ്റ്, സോ അതിനുള്ളിൽ നമുക്ക് TR ടാഗ് ഉണ്ടായിരിക്കും. സോ അതിനുള്ളിൽ നമുക്ക് TH ഉണ്ടായിരിക്കും, TH. സോ TH നമുക്ക് 2 ഹെഡിങ് കൊടുക്കാം, TH. സോ ഇതിന് നമ്മൾ നെയിം, അതുപോലെ രണ്ടാമത് നമ്മൾ അഡ്രസ്സ് എന്ന് കൊടുക്കുന്നു. സോ നമ്മൾ സാധാരണ കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡെവലപ്മെൻറ്റ് ഇതുപോലെ കൊടുക്കും. സോ മുകളിൽ നമ്മൾ കൊടുത്ത പോലെ ഡെവലപ്മെൻറ്റ് കൊടുക്കും. ഓക്കെ, ഇതൊരു റോ ആയി. സോ സേവ് ചെയ്യാം. അതിനുശേഷം നമ്മളിത് കോപ്പി ചെയ്യുന്നു, ഫംഗ്ഷൻ താഴെ പേസ്റ്റ് ചെയ്യുന്നു. നമുക്ക് കോളം, ഓക്കെ, ഫംഗ്ഷൻ നമ്മൾ കോളം എന്ന് പറയുന്ന ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഇതിനുള്ളിൽ നമ്മൾ കൊടുക്കുന്നത് TR, നമ്മൾ ടേബിൾ ഡാറ്റയാണ്. സോ നമ്മൾ TH മാറ്റിയതിന് ശേഷം നമ്മൾ TD, സോ നമ്മൾ TD, നെയിം നമ്മൾ സച്ചിൻ കൊടുക്കുന്നു, സച്ചിൻ. സോ അഡ്രസ് നമ്മൾ മുംബൈ കൊടുക്കുന്നു, മുംബൈ. സോ സേവ് ചെയ്യുന്നു. സോ നമ്മളിപ്പോൾ 2 കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്തു, റോ അതുപോലെ കോളം. സോ ഈ 2 കമ്പോണൻ്റാണ് നമ്മൾ ഈ ഒരു റിട്ടേൺ എലമെൻറ്റിനുള്ളിൽ നമ്മുടെ ആപ്പ് ഫംഗ്ഷനുള്ളിൽ നമ്മൾ കൊടുക്കുന്നത്. സോ നമ്മൾ തൽക്കാലം ഇത് ഡിലീറ്റ് ചെയ്ത ശേഷം നമ്മൾ വീണ്ടും ഡെവലപ്മെൻറ്റ് തന്നെ കൊടുക്കാം. സോ ഡെവലപ്മെൻറ്റ് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ ഇതിനുള്ളിൽ നമ്മൾ ടേബിൾ എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ടേബിൾ എലമെൻറ്റിനുള്ളിലാണ് നമ്മൾ സേവ് ചെയ്ത ശേഷം ടേബിൾ എലമെൻറ്റിനുള്ളിൽ നമ്മൾ ആദ്യം
റോ എന്ന് പറയുന്ന ഈ ഒരു കമ്പോണൻറ്റ് കൊടുക്കുന്നു. റോ നമ്മൾ ഈ രീതിയിലാണ് കൊടുക്കുന്നത്. ഇതെങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കുന്നതാണ്. സോ നമ്മൾ തൽക്കാലം നമ്മളിത് മനസ്സിലാവുന്നതിന് വേണ്ടി ഫ്രാഗ്മെൻറ്റ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. സോ റോ, അതിനുശേഷം നമ്മൾ കോളം. ഓക്കെ, ശേഷം നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ നെയിം, അഡ്രസ്സ്, അതുപോലെ സച്ചിൻ മുംബൈ നമ്മൾ TH ആണെന്ന് തോന്നുന്നു. സോ നമുക്ക് TD ആക്കി മാറ്റാം. സോ TD, അതുപോലെ TD സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ നെയിം, അതുപോലെ അഡ്രസ്സ്, 2 കോളം, അതുപോലെ അതിൻ്റെ ഡാറ്റ സച്ചിൻ മുംബൈ നമുക്ക് ഇതുപോലെ ലഭിച്ചു. നമ്മളിതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്റ്റിൽ പോയി കഴിഞ്ഞാൽ, സോ നമ്മൾ ബോഡി എലമെൻറ്റിനുള്ളിൽ പോയി കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ HTML div ID നമുക്ക് div എലമെൻറ്റ് കാണാൻ സാധിക്കും. അതിനുള്ളിൽ മറ്റൊരു div, ആ ഡിവിനുള്ളിൽ ഒരു ടേബിൾ, ആ ടേബിളിനുള്ളിൽ മറ്റൊരു div, അതിനുള്ളിൽ tr, അതിനുള്ളിൽ നമ്മുടെ നെയിം ആൻഡ് അഡ്രസ് ഹെഡിങ്, പിന്നെ വേറെ ഒരു div, അതിനുള്ളിൽ tr. സോ ഈ രീതിയിലായിരിക്കും നമുക്ക് ഒരുപാട് എക്സ്ട്രാ നോഡ്സ്, div എലമെൻറ്റ് ഒരുപാട് നമുക്കിതുപോലെ ലഭിക്കുന്നതായിരിക്കും. സോ ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഫ്രാഗ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. സോ നമ്മൾ സന്ദർഭത്തിനനുസരിച്ച് മാത്രം ഉപയോഗിച്ചാൽ മതി. സോ നമുക്ക് എവിടെയൊക്കെ കൊടുക്കാമെന്ന് നോക്കാം. സോ നമുക്ക് മെയിൻ ആപ്പിൽ വരാം. ആപ്പിൽ വന്നതിന് ശേഷം നമുക്ക് ഡെവലപ്മെൻറ്റ് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. സോ നമ്മളിവിടെ ഒഴിവാക്കുന്നു ഡെവലപ്മെൻറ്റ്. നമ്മൾ ജസ്റ്റ് റിയാക്ട് ഫ്രാഗ്മെൻറ്റ് മാത്രം കൊടുക്കുന്നു. ആപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ നമ്മൾ റിയാക്ട് ഫ്രാഗ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞു. അതുപോലെ നമുക്ക് റോയിൽ വന്നതിന് ശേഷം ഇവിടെയും നമുക്ക് ഡെവലപ്മെൻറ്റ് ഡിലീറ്റ് ചെയ്യാം. എല്ലാം എക്സ്ട്രാ നോഡ്സ് നമുക്ക് ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് റിയാക്ട് ഫ്രാഗ്മെൻറ്റ് കൊടുക്കാം. അതുപോലെ നമുക്ക് കോളം എന്ന് പറയുന്ന ഫംഗ്ഷനിൽ വരാം. അവിടെ വന്നതിന് ശേഷം നമുക്ക് ഡെവലപ്മെൻറ്റ് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്ത് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിം റിസൾട്ട് ആയിരിക്കും ലഭിക്കുക. ഇനി നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്റ്റിൽ എലമെൻറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണോ വേണ്ടത് ആ ഒരു രീതിയിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ബോഡിക്കുള്ളിൽ വന്നതിന് ശേഷം നമ്മുടെ മെയിൻ div എലമെൻറ്റ് കാണാൻ സാധിക്കും. അതിനുള്ളിൽ ടേബിളിനുള്ളിൽ TR-നുള്ളിൽ നമ്മുടെ TH, അതുപോലെ അടുത്ത TR-നുള്ളിൽ നമ്മുടെ TD, ടേബിൾ ഡാറ്റ, ടേബിൾ ഹെഡിങ്. നമുക്ക് ഏത് രീതിയിലാണോ ചൈൽഡ് പാരൻറ്റ് കോമ്പിനേഷൻ വേണ്ടത് ആ ഒരു രീതിയിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ഇതിനിടയിൽ ഉണ്ടായിരുന്ന എക്സ്ട്രാ ഡെവലപ്മെൻറ്റ്, എക്സ്ട്രാ നോട്ട്സ് നമുക്ക് ഇതുപോലെ റിയാക്ട് ഫ്രാഗ്മെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. സോ നമുക്കിത് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം ഉപയോഗിക്കാം, അല്ലാത്ത സ്ഥലത്ത് നമുക്ക് ഡെവലപ്മെൻറ്റ് തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് JSX ഉപയോഗിക്കാം. JSX എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെ ഉപയോഗിക്കാമെന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ എങ്ങനെ കമ്പോണൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം.